കേരളത്തിലെ പോലീസിലെ സുപ്രധാനമായ സ്ഥലമാണ് ADGP സ്ഥാനം. ആ സ്ഥലത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആണ് ലോ ആൻഡ് ഓർഡർ പാലിക്കുന്ന ആൾ, ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആൾ. ആ ആൾ ആരായിരിക്കണം? ഇടതുപക്ഷ ബോധം പറയുന്നു ആൾക്ക് കുറഞ്ഞ പക്ഷം ഈ സർക്കാരിനെ അറിയാൻ കഴിയണം, സർക്കാരിന്റെ നയങ്ങളെപ്പറ്റി ബോധ്യമുണ്ടാകണം, ഈ സർക്കാർ ആർക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ആണെന്ന് ആ ആൾക്ക് ബോധ്യമുണ്ടാകണം, പാരമ്പര്യം എന്തുവാകട്ടെ ബോധ്യമുണ്ടാകണം. ആൾക്ക് അതുകൊണ്ട് തന്നെ ഒന്നാം ഊഴവും രണ്ടാം ഊഴവും പോയിട്ട് ആരെല്ലാമോ ആയിട്ട് വരുന്ന RSS പ്രമാണമാരെ കാണാൻ അങ്ങനെ പോകാൻ പാടില്ല. എന്തിനു വേണ്ടി പോയത് ആർക്കും അറിയില്ല. വീണ്ടും വീണ്ടും അവരെ പോയി കണ്ട് കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ ആൾ കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന പാലനയുള്ള ADGP ആകാൻ അർഹനല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ആ ഉദ്യോഗസ്ഥരെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയാൽ മതിയാകും. വേറെ ഉദ്യോഗത്തിന്റെ പദവി റാങ്കെല്ലാം സർക്കാർ കാര്യങ്ങളാണ്. DGPയെ ADGP ഒന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ CPIക്ക് പറയാം. പക്ഷേ ഈ ചുമതല മാറ്റാൻ പറ്റും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ഉണ്ടാകുമെന്ന്. അന്വേഷണം ഉണ്ടായാൽ റിപ്പോർട്ട് പുറത്തു വരും. ആ റിപ്പോർട്ടിനെ പറ്റി CPIക്ക് പ്രതീക്ഷകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. RSS പ്രമുഖന്മാരെ കാണാൻ വേണ്ടി ADGP ക്രമസമാധാന പാലനത്തിന്റെ ചുമതലക്കാരൻ 2 വട്ടം പോയ കാര്യം എല്ലാവർക്കും അറിയാം. 3 വട്ടം പോയത് എനിക്കറിയില്ല, 2 വട്ടം പോയിട്ടുണ്ട്. അങ്ങനെ പോയ ഒരാൾ കേരളത്തിലെ ഗവൺമെന്റിൽ LDF ഗവൺമെന്റിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP അകൽപ്പെടലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഉറച്ച നിലപാടാണ്.